ഒരു 5 മാസങ്ങൾക്ക് മുൻപ് ആറാം തലമുറ യുദ്ധവിമാനം J-26 ചൈന പരീക്ഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ പ്രശാന്ത് സാർ, ജപ്പാനും ആറാം തലമുറ യുദ്ധവിമാനം പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. എത്രത്തോളം ശരിയാണ് ഈ വാർത്ത? ജപ്പാൻ അത്തരത്തിൽ ആറാം തലമുറ യുദ്ധവിമാനം അവിടെ നിർമ്മിക്കുന്നുണ്ടോ? ആ യുദ്ധവിമാനം ഇന്നലെ ന്യൂയോർക്ക് ടൈംസിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് ഉള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു വാർത്തയല്ല, വലിയ വാർത്ത. അതിന്റെ കാരണങ്ങൾ, കാര്യങ്ങൾ, അത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും വിമാനത്തിൽ 5 മാസത്തിനകം വിമാനം ലോഞ്ച് ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ്. അതിനകത്ത് വ്യാജ വാർത്തയൊന്നുമല്ല. ജപ്പാൻ ആറാം തലമുറ വിമാനം ലോകത്തിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ രാജ്യമായിട്ട് തന്നെ പറയാം. ഇപ്പം ഇത് പറഞ്ഞതുപോലെ J-26 എന്ന് പറഞ്ഞ വിമാനം ആറാം തലമുറ വികസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത ചൈനയുടെ വരുന്നുണ്ട്. ഈ ചൈനയുടെ വാർത്തയ്ക്കകത്ത് വ്യാജം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾക്കറിയാലോ. പല കാര്യത്തിനകത്തും അവരുടെ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ മുൻപിലായിട്ട് നിൽക്കുന്നത്. യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാത്ത വാർത്തകളും യാഥാർത്ഥ്യങ്ങൾ പരീക്ഷിച്ചു വരുമ്പോൾ അതിനകത്തൊരു വാസ്തവമില്ലാത്ത വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് ഞങ്ങളാണ് ഈ പറയുന്ന ആറാം തലമുറ വിമാനം ആദ്യം വികസിപ്പിച്ചത്. J-20ക്ക് ശേഷം J-26, J-20 എന്ന് പറഞ്ഞാൽ അവരുടെ 5ാം തലമുറ വിമാനം. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട 1945 ശേഷം ആദ്യമായിട്ടാണ് അത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതേപോലെയുള്ള മിലിറ്ററി ഉപകരണങ്ങൾ അവർ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി തുടങ്ങി. ഇലക്ട്രോണിക്സ് രംഗത്തും മറ്റ് സാങ്കേതിക രംഗത്തും ഒക്കെ അറിയാമല്ലോ, ജപ്പാനെ കടത്തി വെക്കാൻ ആരുമില്ല. അപ്പം അവര് മിലിറ്ററി രംഗത്തെ ഈ മാതിരി കാര്യങ്ങൾ നിർത്തിവെച്ചിരുന്നു. അതൊരു പക്ഷേ അമേരിക്കൻ ബേസുകളാണ് അവരുടെ സുരക്ഷിതത്വം ഏറ്റെടുത്തിരുന്നത്. അപ്പം ഇതിനകത്ത് ചൈനയുടെ ത്രെട്ട് തന്നെയാണ് ഇതിന് കാരണം. 2020 ഇതിന് തീരുമാനം എടുത്തത്. അബെ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് തീരുമാനം എടുത്ത് മുന്നോട്ട് പോയത്. അപ്പം 2020 മുതലുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ ഈ 3 രാജ്യങ്ങൾ കൂടിയാണ് ഈ പറയുന്ന ആറാം തലമുറ വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. ജപ്പാൻ നിർമ്മിക്കുന്ന ഒരു ആറാം തലമുറ വിമാനം നമുക്കറിയാലോ, മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയാം. നമുക്കറിയാം, പണ്ട് നമ്മളെല്ലാ സാധനങ്ങൾ എടുത്ത് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്ന, ഓർമ്മയുണ്ടോന്ന് എനിക്കത്, എന്റെയൊക്കെ കൊച്ചാണ് നമ്മൾ നോക്കുന്നത്, ഏതിന്റെയാ? മെയ്ഡ് ഇൻ ജപ്പാൻ. അപ്പോഴത്തേനും നമ്മൾ പറയാം ലോകത്തെ ഏറ്റവും വലിയ സാധനം. അപ്പൊ അവർക്ക് പണ്ട് മുതലേ ആ രീതിയിൽ ഈ പറയുന്നത് പോലെ ഇലക്ട്രോണിക് സംവിധാനം നിർമ്മിക്കുന്ന രീതിയിൽ അവരുടെ സാങ്കേതിക വിദ്യ അത്തരത്തിൽ വൈവിധ്യമുള്ള രാജ്യം എന്ന് പേരെടുത്തിട്ടുള്ളൂ. ഇപ്പോഴും ആ പേരിൽ നിൽക്കുന്നതുമായിട്ടുള്ള രാജ്യം. അതുകൊണ്ട് തന്നെ അവർ വികസിപ്പിച്ചെടുക്കുന്ന ഒരു വിമാനം ലോകത്ത് ഏറ്റവും മുന്തിയതാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ലോകം അതിനെ കാണത്തുള്ളൂ. അപ്പം അതിന്റെ പ്രയോഗത്തിലൂടെ അത് എത്രത്തോളം ഒന്ന് മനസ്സിലാകുന്നു. അതിനുവേണ്ടി ഒരു യുദ്ധം ഉണ്ടാവണം, അല്ലെ യുദ്ധത്തിൽ ആരെങ്കിലും ഉപയോഗിക്കണം. അപ്പൊ അതിപ്പോ സിന്ധൂരിൽ കൂടി നമ്മുടെ ആയുധങ്ങൾ കൊള്ളാമെന്ന് ലോകം കണ്ടത് ഒരു യുദ്ധം ഉണ്ടായതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മോസിനെ ഒക്കെ എന്നൊക്കെ പറയും, അന്ന് അതിന്റെ പ്രയോഗം കണ്ടില്ല, ഇപ്പൊ പ്രയോഗം കണ്ടു. അതുകൊണ്ടാണ് നമ്മളിപ്പോ നമ്പർ 1 ആയിട്ടൊക്കെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം ഈ വിമാനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദൃശ്യ വിമാനങ്ങൾ എന്ന് വേണേൽ പറയാം. കാരണം ഒരു സംവിധാനത്തിനും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രയ്ക്ക് വലിയ സ്പീഡും അല്ലെങ്കിൽ ആ പ്രതിരോധ സംവിധാനങ്ങളെ, സാറ്റലൈറ്റ് സംവിധാനങ്ങളെ വരെ മറികടക്കാനും അല്ലെങ്കിൽ മറച്ചു പിടിച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് കൺവെട്ടിച്ച് പോകാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്കാണ് അവർ പറയുന്നത്. അതായത് ഈ വിമാനത്തിനെ ഇപ്പം നിലവിൽ ലോകത്തുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കാണുവാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിലേക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കൂടെ അവർ ഇപ്പം അറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ റഷ്യയുടെ കാര്യം പറഞ്ഞത്. റഷ്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രോൺ ആക്രമണം, അല്ലെങ്കിൽ ഇസ്രയേലിനകത്തും ഡ്രോണാണ് ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത്. അപ്പൊ തന്നെ ഹൂത്തികൾ ഇപ്പൊ ഏറ്റവും വലിയ ഒരു മിസൈൽ സംവിധാനം ഡെവലപ്പ് എടുത്തുന്നു. അപ്പം ലോകത്ത് എപ്പോഴും യുദ്ധത്തിനകത്ത് പ്രതിരോധ സംവിധാനത്തിനെ മറികടക്കുന്നതിന് ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഡ്രോണുകളെ കൈകാര്യം ചെയ്യുന്നതിന് S-400 പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാനും പറ്റത്തില്ല. ഡ്രോണിന് വലിയ വിലക്കുറവും ഈ ഉപയോഗിക്കേണ്ട പ്രതിരോധ സംവിധാനം ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഒരു ബാറ്ററി ഉപയോഗിച്ച് സ്വിച്ചിങ് അല്ലെ ബാറ്ററി ഉപയോഗിച്ച് കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവുമാവുന്നു. അപ്പൊ അതൊരു വലിയ ഇതിലേക്ക് വരുന്നു. അപ്പം കുറഞ്ഞ ചെലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനകത്ത് ഇപ്പം രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും ഡ്രോണുകളെ ഡിറ്റക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടെത്തുന്നു, ജാം ചെയ്യുന്നു, നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രതിരോധ സംവിധാനം D4 വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്, ലോകം എല്ലാം ആവശ്യപ്പെടുന്നു. അപ്പം അതിനെ വെല്ലുന്ന ഈ ലേസർ രശ്മികൾ കൊണ്ടുള്ള പ്രതിരോധ സംവിധാനം, അതിൽ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയും വരുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ലേസർ രശ്മികൾ
അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് ഏത് ഓപ്പറേഷൻസും കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ. ഇപ്പൊ ഏത് ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ, ഏത് സംവിധാനങ്ങൾ ശത്രു രാജ്യങ്ങളുടെ ഉണ്ടെങ്കിൽ തന്നെ അത് ഉയരുന്ന സമയം തൊട്ട് നോട്ട് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കുന്നത്. ഇപ്പൊ ഇതേ രീതിയിലുള്ള ലേസർ സംവിധാനം നമുക്കുണ്ടെന്ന് പറയുന്നു, നമ്മളത് വെളിയിൽ വിട്ടിട്ടില്ല. ഉണ്ട്. പക്ഷെ അമേരിക്കയ്ക്കുണ്ട്, പിന്നെ ചൈന പറയുന്നു അവർക്കുണ്ടെന്ന്. അമേരിക്കയ്ക്ക് ഈ സംവിധാനം ഉണ്ട്. അപ്പം അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലേക്കുള്ള ഇതാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഈ കടലിൽ കൂടിയുള്ള ത്രെട്ട്, ആക്രമണം നടത്തുന്നതിന് വേണ്ടി മിസൈലുകൾ വളരെ കൂടുതലായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഉദ്ദേശം ചൈനയുടെ ത്രെട്ട് അല്ലെങ്കിൽ ചൈനയുടെ ഭീഷണി. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആയുധ വികസന രംഗത്തും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ 6ാം തലമുറ വിമാനം വികസിപ്പിക്കുന്നതിനും ഇത്തരത്തിൽ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുന്നതിനും ഒക്കെ ജപ്പാൻ തയ്യാറായിരിക്കുന്നത്. നമ്മളും ജപ്പാനുമായിട്ടുള്ള ബന്ധം വെച്ച് ഇപ്പൊ അറിയാമല്ലോ, നമ്മൾ ക്വാഡ് ബന്ധം ജപ്പാനുമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ G7 ജപ്പാൻ വലിയ അംഗമാണ്. നമ്മളുമായിട്ട് നല്ല ലോഹ്യത്തിൽ പോകുന്ന രാജ്യമാണ്. ഒരു പക്ഷേ നാളെ കാലത്ത് ഇപ്പൊ റഷ്യ പറയുന്നത് പോലെ ഇവിടെ കൊണ്ടുവച്ച് ഈ സാധനം കൂടെ നിർമ്മിക്കാമെന്ന് പറഞ്ഞാൽ അത് വലിയ ഇതാവും. മാത്രമല്ല ചൈനയ്ക്കെതിരെ നീക്കം നടത്തുന്നതിന് ഇപ്പം ആസ്ട്രേലിയക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഈ ചൈനയുടെ ശത്രുവായിട്ട് നിൽക്കുന്ന ചൈനയുടെ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. ആ രാജ്യങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ചൈനയ്ക്കെതിരെ ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾക്ക് ഇവർക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ പണം കുറച്ച് വേണമെങ്കിലും ഒക്കെ കൊടുക്കാമെന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളായിരുന്നു വരുന്നത്. അതായത് അവരുടെ നീക്കം അവർക്ക് ഈ ഉത്തര കൊറിയയും ചൈനയും ഒക്കെ നേരിടുന്നതിന് വേണ്ടിയാണ്. ആ നീക്കത്തിലും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നീക്കം ജപ്പാൻ നടത്തുമ്പോൾ ചൈനയ്ക്ക് കൂടുതൽ പ്രതിരോധത്തിലേക്ക് വരേണ്ട ഒരു അവസ്ഥയുണ്ടാകും. കാരണം ജപ്പാനെ പോലുള്ള രാജ്യം ഇത്തരത്തിൽ ആയുധങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ ആയുധങ്ങൾ വലിയ കാര്യശേഷിയുള്ള ആയുധങ്ങൾ ആവാനാണ് സാധ്യത. ഇപ്പം ഏറ്റവും മറ്റു രാജ്യങ്ങൾ വികസിപ്പിക്കുന്നതിനപ്പുറം ഏറ്റവും മുമ്പിൽ വികസിപ്പിച്ചെടുത്ത 5 മാസത്തിന് ശേഷം ലോഞ്ച് ചെയ്യാൻ ഇരിക്കുന്ന ഈ വിമാനം ലോകത്ത് ചർച്ചയാവുകയാണ്. അതിന്റെ കാര്യങ്ങൾ വ്യക്തത വരുത്തി ഈ പറയുന്ന ജപ്പാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ചൈനയെ ഉദ്ദേശിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചൈന ഉപദ്രവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചൈനയുടെ ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾക്ക് ഒരു പക്ഷേ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന്, ഓസ്ട്രേലിയ ഉൾപ്പെടെ രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് പോലും തയ്യാറാകുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. ഇത് നമ്മൾക്കും കേൾക്കാൻ സുഖമുള്ളതും നാളെ കാലത്ത് നമ്മൾക്ക് ഗുണമുള്ളതുമായിട്ടുള്ള ഒരു വാർത്തയാണ് ജപ്പാന്റെ നീക്കം. കാരണം ജപ്പാൻ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ സഹായം വളരെ കൂടുതലായിട്ട് ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ അവർക്ക് 1945 ശേഷം ഇത്തരത്തിലൊരു നീക്കം നടത്താൻ കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ അമേരിക്ക അനുവദിച്ചു തന്നെയാണ് ഇപ്പം നീക്കം നടത്തുന്നത്. അത് ചൈനയ്ക്കെതിരെയാകുമ്പോൾ അമേരിക്ക കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെയുള്ള ഏത് നീക്കത്തിനും ചുക്കാൻ പിടിക്കുന്നത് അമേരിക്ക ആണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഏതായാലും 6ാം തലമുറ വിമാനവുമായിട്ട് ജപ്പാൻ ഇറങ്ങിയിട്ടുണ്ട്. 5ാം തലമുറ വിമാനം നമുക്കറിയാലോ, J-20 ചൈനയുടെയും അല്ലെങ്കിൽ F-35 പറയുന്ന അമേരിക്കയുടെയും Su-47 റഷ്യയുടെ അത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോയിങ്ങിനോട് വളരെ പെട്ടെന്ന് തന്നെ 6ാം തലമുറ വിമാനം വികസിപ്പിക്കുന്നതിന്റെ നീക്കങ്ങൾ നടത്താൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത. എന്തായാലും ജപ്പാൻ 6ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇതിന് വ്യക്തമായി അമേരിക്കയുടെ ഒരു സഹായം അല്ലെങ്കിൽ പൂർണ്ണ സമ്മതം കൂടി ഉണ്ടെന്ന് വേണം കരുതാൻ. ചൈനയ്ക്കെതിരെ ജപ്പാന്റെ 6ാം തലമുറ യുദ്ധവിമാനം പ്രയോഗിക്കാം എന്നതാണ് ചൈനയോട് ശത്രുത വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ചൈനയെ കാര്യമായി എടുക്കാത്ത മറ്റു രാജ്യങ്ങളൊക്കെ കരുതുന്നത്. എന്തായാലും ജപ്പാന്റെ 6ാം തലമുറ യുദ്ധവിമാനത്തെ എങ്ങനെ ഇന്ത്യയും നോക്കി കാണുമെന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.